വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, ചുരുക്കപ്പേരിൽ CCC എന്നറിയപ്പെടുന്ന സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലളിതമായി വ്യാഖ്യാനിച്ച് പ്രേക്ഷകർക്കായി വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനും വാഗ്മിയും ഗ്രന്ഥകാരനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂളാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 10 കൽപ്പനകളിലെ നമ്മൾ 3-ാമത്തെ കൽപ്പന കഴിഞ്ഞ് 4ലേക്ക് പ്രവേശിക്കുകയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകത്തിലും നിയമാവർത്തനത്തിലുമൊക്കെ എടുത്തു പറയുന്നതാണ്. ഭൂമിയിൽ നീ ദീർഘകാലം ജീവിക്കുന്നതിന് മാതാപിതാക്കളെ ബഹുമാനിക്കാം. ഈ ദീർഘായുസ്സും മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന തമ്മിൽ എന്താണ് ബന്ധം വെച്ചാൽ? ഈ എൻ്റെ മനസ്സിൽ നിനക്ക് നന്മ വരാനും ഈ ദീർഘകാലം ജീവിക്കാനും വേണ്ടി മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ളൊരു ഫോർമുലേഷൻ, അങ്ങനെയുള്ളൊരു കൽപ്പനയായിട്ട് ഞാനത് ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. വാസ്തവത്തിൽ നമ്മളിങ്ങനെ കാണാപാഠം 10 എണ്ണം അങ്ങനെ പറഞ്ഞ് അതെല്ലായിടത്തും ചൊല്ലി കൊടുക്കുന്നൊരു ഓർമ്മയാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ ആദ്യം 10 കൽപ്പന 2 സംഗ്രഹിക്കാം എന്ന് പറഞ്ഞിട്ട് അവസാനം പറയും തുടക്കത്തിൽ. ഇപ്പോൾ 1, 2, 3, 4 മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. പക്ഷേ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ സാർവത്രിക മതബോധനം ഇതിൻ്റെ ശരിക്കുള്ള ഭാഗം പഴയ നിയമത്തിലെ ഓരോ ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരെ എങ്ങനെ അത് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ നന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരെ അറിഞ്ഞിരിക്കുന്നത്, ശ്രോതാക്കൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അത് എക്സോഡസിലെ, അതായത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ മോശ 10 പ്രമാണങ്ങൾ നൽകുന്ന ആ ഭാഗത്ത് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 20-ാം അധ്യായത്തിലാണത്. 20-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിന്നെ അടുത്തത് കൊല്ലരുത്, വിചാരം. അപ്പോൾ ആ 10 കൽപ്പനകൾ പറയാണ്. അത് വളരെ സ്പഷ്ടമായിട്ടാണ് പറയണത്. നിന്റെ കർത്താവ് നിനക്ക് നൽകിയ ആ രാജ്യത്ത്, നിന്റെ നാട്ടിൽ നിനക്ക് നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ നീ നിന്റെ അപ്പനമ്മേനെയും ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ കാര്യമല്ല. നീ അപ്പനമ്മയും ബഹുമാനിച്ചില്ലെങ്കിൽ നാട്ടുകാർ പോലും നിന്നെ അവിടെ നിർത്തൂല എന്നുള്ള ഒരു ധ്വനി പോലും, ഒരു സോഷ്യൽ ഡയമെൻഷൻ പോലും അതിലുണ്ട്. പക്ഷേ അത് എഫേസസുകാർക്ക് എഴുതിയ ആ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഈ കാര്യം തന്നെ വീണ്ടും പറയുന്നു. 6-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിൽ. അപ്പോൾ നമ്മൾ ഈ പഴയ നിയമത്തിലുള്ള കാര്യം അപ്പസ്തോല പാരമ്പര്യത്തിലും കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതൊന്നും ഇന്ന് പെട്ടെന്ന് ആരെങ്കിലും പഠിച്ചുണ്ടാക്കിയ ഒരു കാര്യമല്ല. ഇത് ആദിമകാലം മുതൽ ഈ യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക ക്രമത്തിൻ്റെയും കൂടി ഭാഗമാണ്. 6:3 ഇങ്ങനെയാണ് പറയുന്നത്. എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം: നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. പിതാക്കന്മാരെ, എന്നിട്ട് തുടർന്ന് പറയേണ്ടതിന് ചേർത്ത്, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. അപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മുടെ ബൈബിളിലെ ഈ മാതാപിതാക്കളെ ബഹുമാനിക്കണം, എന്നാലാണ് നന്മ നിനക്ക് സംഭവിക്കുകയുള്ളൂ. പഴയ നിയമത്തിൽ തന്നെ പ്രഭാഷണന്റെ പുസ്തകത്തിലും സുഭാഷിതങ്ങളിലും പല ഭാഗത്തും തോബിത്തിൻ്റെ പുസ്തകത്തിൽ എല്ലായിടത്തും ഈ മാതാപിതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ ഒരു മാനം നമുക്ക് ആദ്യമേ അങ്ങോട്ട് പറയാം. അത് വളരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഗ്രഹിക്കാൻ. നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ ഈ ലോകത്തിൽ വരാനുണ്ടായ കാരണം ദൈവം ഒഴിച്ച് കഴിഞ്ഞാൽ 2-ാം സ്ഥാനത്ത് നമ്മുടെ അപ്പനും അമ്മയാണ്. ഇപ്പോൾ ഈ അടുത്തൊക്കെ നമ്മൾ പലരും, ഈ അടുത്ത് തന്നെ ഒരച്ഛൻ മരിച്ചുപോയ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, കേരളത്തെ മുഴുവൻ വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു. മെയ് 31 മനോജ് ഒറ്റപ്പളക്കൽ എന്ന് പറയുന്ന നല്ലൊരു ചിത്രകാരൻ മരിച്ചത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇപ്പോൾ ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു നാട്ടുകാരി ആളുടെ അവൻ്റെ ഒരു മനോഹരമായ ഗ്രന്ഥം ഈ അടുത്ത് ഇറക്കിയിട്ടുണ്ട്. അതിൽ അവനെ ഗർഭവതിയായിരുന്ന അവസരത്തിൽ അവൻ്റെ അമ്മ ഒരുപാട് അസുഖങ്ങളൊക്കെ പെട്ട് ഡോക്ടേഴ്സ് അത് അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാണ്. അല്ലെങ്കിൽ ജനിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഷേപ്പ് തന്നെ പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല, അത്രയും അപകടകരമായ ചില രീതിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ അമ്മ അത് ചെയ്തില്ല. അങ്ങനെ ആ കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, ദൈവമാകണം. അപ്പോൾ ദൈവം തന്ന അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർക്കുകയാണ്. ആ ഒരു തീരുമാനം അങ്ങനെ പല സമയങ്ങളിലും മാതാപിതാക്കൾ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് നിർബന്ധിതരാകുന്നുണ്ട്. ഡോക്ടേഴ്സ് പറയുമ്പോൾ പിന്നെ അവരൊന്നും ചിന്തിക്കുന്നില്ല. ഡോക്ടേഴ്സും വെറുതെ ഇങ്ങനെ പറയുന്നതല്ല, ചില റിസ്കുകൾ അവർ കണ്ടിട്ട് പറയുന്നു. അങ്ങനത്തെ എത്രയോ അനുഭവങ്ങൾ ഇന്നുണ്ട്. ചിലപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യാം, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഡോക്ടേഴ്സ് പറയണത് തെറ്റാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അത് ഒരു സാധ്യത അവർ പറയുന്നുള്ളൂ. സേഫ് ഇതാണ്. അല്ലെങ്കിൽ പിന്നെ മാതാവിന് ആ അമ്മയ്ക്ക് അത് ജീവഹാനി വരുത്തുന്ന ഒരു കേസാണെങ്കിലും ചില അമ്മമാർ പറയും അത് എന്താ പറഞ്ഞെങ്കിൽ സംഭവിക്കട്ടെ. ഈ ചില അവസരത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ സംഭവം അനുവദിക്കുന്നുണ്ട്. കുട്ടിയുടെ അത് വേണമെങ്കിൽ ഓപ്പറേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ജീവൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് പ്രഥമമായിട്ട് ദൈവത്തോടാണെങ്കിലും അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അതിന് കടപ്പെട്ടിരിക്കുന്നത് മാതാപിതാക്കളോടാണ്. അവരെ ഈ ഗർഭം ധരിച്ച ആ നാൾ മുതൽ അതിനും വന്നു തുടങ്ങി ഈ 10 മാസം മാത്രമല്ല, പിന്നെ ജനിച്ച് വളർന്ന എല്ലാ കാര്യങ്ങളും. സാറിന് എത്ര മക്കളാ? എനിക്ക് 3 പേര്. 3 പേരുണ്ട്. അപ്പോൾ എത്ര ആൺകുട്ടികളാ? ഒരാണും 2 പെണ്ണും. ഒരാണ് 2 പെണ്ണും. അപ്പോൾ ഞാൻ സാറിനെ എന്നെക്കാളും കൂടുതൽ അത് മനസ്സിലാവും. ആ വർഷങ്ങളിൽ ആ മാസങ്ങളിൽ നമ്മളെ കേൾക്കുന്ന ആളുകൾക്കും അത് കൂടുതൽ മനസ്സിലാവും. കാരണം സന്യാസത്തിലോ വൈദിക ജീവിതത്തിലോ അല്ലാത്തവർക്ക് ഇത് അവർ കടന്നു പോകുന്ന ഒരു അനുഭവമാണ്. അവർ തന്നെയാണ്, അവരുടെ മാംസമാണ്, അവർ തന്നെയാണ് ഇതിലൂടെ തുടരുന്നത്. അല്ല, നിങ്ങൾക്ക് മാതാപിതാക്കളുടെ സ്നേഹത്തിന് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്ന ബൈബിൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവശാസ്ത്രപരമായിട്ട് സൃഷ്ടികർമ്മത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊപ്പം സഹകരിച്ച വ്യക്തികളാണ് അപ്പനും അമ്മയും. സ്വർഗീയ പിതൃത്വത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വേറെ വലിയ ദൈവശാസ്ത്ര റീസണൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. സാർവത്രിക മതബോധനം വളരെ കൃത്യമായിട്ട് പറയുന്നു. നമ്മുടെ സൃഷ്ടികർമ്മത്തിൽ അവിഭാജ്യ ഘടകങ്ങളായ അപ്പനും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് ദൈവത്തെ ബഹുമാനിക്കുന്നതിന് തന്നെ തുല്യമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ അവരെ തന്നെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. ഇത് ദൈവശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടാണ്. ഇനി ഈ കാര്യത്തെ ഒരുപക്ഷെ ഇന്നത്തെ യുവജനതയ്ക്ക്, ഇന്നത്തെ തലമുറയ്ക്ക് ഈ കാര്യം കുറേ കൂടി ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള വ്യാഖ്യാനത്തെക്കാൾ അവർക്ക് ബോധ്യപ്പെടാൻ ഒരുപക്ഷെ സഹായകരമാകാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മനഃശാസ്ത്രപരമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയാൽ ഒരു ജീവിതം കൊണ്ട് കിട്ടുന്ന അറിവ് ഈ കുട്ടികൾക്ക്, ഈ ചെറുപ്പക്കാർക്ക് ചെറുപ്പത്തിൽ തന്നെ കിട്ടുമെന്ന്. അത് ഒന്നാമതായിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കുക. ഓരോ ജനിച്ചു വീഴുന്ന കുഞ്ഞും ആ കുഞ്ഞ് ശരിക്ക് ഒരു ആൺകുഞ്ഞാകട്ടെ, ആ ആൺകുഞ്ഞ് ഒരാണായി തന്നെ വളരണമെങ്കിൽ എന്താണ് ഒരു പുരുഷൻ എന്നുള്ള ഇതിൻ്റെ ചിത്രം അവന് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അവൻ്റെ അപ്പനിൽ നിന്നാണ്. ഒരു പെണ്ണായിട്ട് പിറക്കുന്ന ഒരു കുഞ്ഞ്, ഞാൻ ഒരു സ്ത്രീയാണ്, ആ സ്ത്രൈണഭാവം അല്ലെങ്കിൽ സ്ത്രൈണമായ വ്യക്തിത്വം അവൾക്ക് ലഭിക്കുന്നത്, അവളത് പഠിക്കുന്നത്, അവളത് അനുഭവിക്കുന്നത് അമ്മയിൽ നിന്നാണ് പ്രഥമമായിട്ടും. മനഃശാസ്ത്രത്തിൽ വളരെയധികം കൃത്യമായിട്ട് പറയും, ആരോഗ്യമുള്ള ഒരു പുരുഷൻ, ഒരു മെയിൽ, ആരോഗ്യമുള്ള ഒരു സ്ത്രീ, ഒരു ഫീമെയിൽ ഉണ്ടാകണമെങ്കിൽ ആ ആൺകുട്ടിയും പെൺകുട്ടിയും അവൻ്റെ അപ്പനോടും അവളുടെ അമ്മയോടും, അല്ലെങ്കിൽ അവൻ്റെ അപ്പനോടും അമ്മയോടും അവൾക്ക് അപ്പനോടും അമ്മയോടും ആരോഗ്യകരമായ ബന്ധവും അടുപ്പവും സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നാലേ സാധിക്കുകയുള്ളൂ. കാരണം അവരെ കണ്ടുകൊണ്ടാണ് ഇവർ തന്നെ ഇവരുടെ സ്വത്വം വളർത്തുന്നത്, ഇവരുടെ ഐഡൻറ്റിറ്റി വളർത്തുക. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാണായി പഠിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ അപ്പച്ചൻ്റെ ചില മുഖഭാവങ്ങൾ, അപ്പച്ചൻ
പെരുമാറുന്ന രീതികൾ, ഡ്രസ്സ് ധരിക്കുന്ന രീതികൾ, സംസാരിക്കുന്ന രീതികൾ, അത് അറിയാതെ നമ്മളിലേക്ക് സമൂഹത്തിൽ ഇടപെടുന്ന രീതികൾ, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ പഠിക്കുകയാണ്. അപ്പനിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു അപ്പച്ചനിൻ്റെ സ്വഭാവത്തിൽ, ഇമേജിൽ, ആ പുരുഷ എന്നിലേക്ക് പകരുന്ന ആ രൂപത്തിൽ, എൻ്റെ മനസ്സിൽ പതിയുന്ന ആ ചിത്രത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പുരുഷത്വത്തിലും എൻ്റെ വ്യക്തിത്വത്തിലും അത് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഞാനൊരു ഒരു കുട്ടിയെക്കുറിച്ച് പറയാണ്. വീട്ടിൽ ഭയങ്കര ഭീകരമായിട്ട് പെരുമാറുന്ന, വെള്ളമടിച്ച് കിടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ചാലിൽ കിടക്കണ ഒരു അപ്പൻ, അതിനെ കാണുന്നൊരു കുട്ടി 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വഴിയിൽ കിടക്കുക, ആൾക്കാർക്ക് എങ്ങനെ നോക്കി നിന്ന് ഓരോന്നൊക്കെ പറയുക. ഇതെല്ലാം കാണുമ്പോൾ ഈ അപ്പനെക്കുറിച്ച് ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ്? പട്ടി കിടക്കണ പോലെ, ചത്തിട്ട് ഏതൊരു സാധനം കിടക്കണ പോലെ ചാലിൽ കിടക്കണ ഒരു അപ്പൻ്റെ ചിത്രം ആ കുട്ടി കാണുമ്പോൾ, ഞാൻ ഈ ആളുടെ മകനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ കുട്ടിയിൽ സംഭവിക്കുന്ന മാനസികമായ വൈകല്യങ്ങൾ വളരെ വലുതാണ്. അല്ലെങ്കിൽ ഒരമ്മ ഈ ആൺകൊച്ചു തന്നെ ആകട്ടെ, തൻ്റെ അമ്മയെക്കുറിച്ച് നാട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന് തോന്നിയാൽ, ഞാൻ സെമിനാരിയിൽ ഇപ്പോൾ 27 കൊല്ലമായി. ഞാനവിടെ ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, നല്ല അച്ഛനാകാൻ സാധിക്കണമെങ്കിൽ ഇവർക്ക് ആദ്യമേ വേണ്ടത് ഇവരുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും ഇവർ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പച്ചന് പോരായ്മകളുണ്ടാവും, അമ്മച്ചിക്കും പോരായ്മകളുണ്ടാവും. ഒരു കുട്ടിയെ ഞാൻ ഓർക്കുന്നു, അവൻ അവധിക്കാലത്ത് വീട്ടിലേക്ക് പോവില്ല പലപ്പോഴും. അപ്പോൾ ഇവനെല്ലാം വലിയ സ്ഥലങ്ങളിലേക്കാണ് പോണത്. അരമനയിൽ പോയി നിൽക്കണു, പഴയ അച്ഛന്മാരുടെ അടുത്ത് പോയി നിൽക്കണം. അപ്പം അതൊരു സുഖമല്ലല്ലോ. ഞാൻ ഇവനോട് ചോദിച്ചാൽ എന്താ പോകാത്തത്? അത് നാട്ടിൽ പോയാൽ പാടാ അച്ഛാ. എന്താ പാട്? അല്ല, അത് അവിടെ അപ്പനും അമ്മയൊന്നും അത്ര ശരിയല്ല, ആൾക്കാർ ഇതൊക്കെ പറയും. അങ്ങനെയുള്ള ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞു, മോനെ അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവന് വേറൊരു ജീവിത പന്ഥാവിലേക്ക് നമ്മൾ തിരിച്ചുവിടേണ്ടതായിട്ട് വന്നു. കാരണം തിരുത്തപ്പെടാൻ പറ്റാത്ത ഒരവസരത്തിൽ അങ്ങനെയുള്ള ഇമേജസ് ആണ് ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഘർഷമാണ്. കുടുംബം അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം അവൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ അവൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ജനങ്ങളോട് അവൻ എങ്ങനെ പിന്നെ ഇടപെടും? ഇതൊക്കെ വളരെ മനഃശാസ്ത്രപരമായിട്ട് ആഴമായ അർത്ഥങ്ങളുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇന്ന് ചെറുപ്പക്കാരോട് ക്ലാസ് എടുക്കുമ്പോഴും മാതാപിതാക്കൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ വളരെ തുറന്നു പറയുന്ന കാര്യം ഇതാണ്. ദൈവശാസ്ത്രപരമായ ഈ കാര്യത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകണമെങ്കിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയായിക്കൊള്ളട്ടെ, ഒരു പെൺകുട്ടിക്ക് ആ അമ്മ എൻ്റെ അമ്മയാണ്. ആ അമ്മയ്ക്ക് വിവരം കുറവായിരിക്കാം, ഒരു പക്ഷേ ഉൾക്ക് പഠിച്ച വിവരമൊന്നും അറിവുണ്ടാവില്ല, ഇൻഫർമേഷൻ ഉണ്ടാവില്ല, പക്ഷെ അനുഭവം ഉണ്ടാവും, ജ്ഞാനം ഉണ്ടാകും, ജീവിത ദർശനം ഉണ്ടാവും. പക്ഷേ ആ അമ്മച്ചിയെ അംഗീകരിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവൾക്ക് ഒരിക്കലും ഒരു നല്ല സ്ത്രീ ആയിരിക്കാനായിട്ട് സാധിക്കില്ല, ഒരമ്മയായിരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇത് നമ്മുടെ മനഃശാസ്ത്രപരമായ ഒരു കാര്യമാണ്. ഇനി വേറെ ഒന്ന് കുറച്ചുകൂടി നമ്മൾ മനഃശാസ്ത്രം വിട്ടിട്ട് ശരീരശാസ്ത്രത്തിലേക്ക് വരിക. എത്ര ക്രോമോസോമുകൾ ചേർന്നിട്ടാണ് ഒരു മനുഷ്യജന്മം ഉണ്ടാകുന്നത്? ഇന്ന് പിള്ളേരൊക്കെ അത് പഠിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പിള്ളേർക്കറിയാം. 21 പെയറാണ്, 46 ക്രോമോസോമുകൾ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും വരുന്നു. ഈ ക്രോമോസോം എന്ന് പറഞ്ഞാൽ എന്തൊട്ടാ? ഈ അപ്പൻ്റെ അമ്മയുടെ ജീവിതത്തിൻ്റെ എല്ലാ സഞ്ചിതമായ സംസ്കാരവും ഈ ക്രോമസോമുകളിലുണ്ട്. പിതൃക്കളായിട്ട് 5-6-7 തലമുറകളായിട്ട് വന്നു ചേരുന്ന പിതൃത്വത്തിൻ്റെ എല്ലാ വാസനകൾ, കഴിവുകൾ, ചായ്വുകൾ, താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, കൊള്ളരുതായ്മകൾ എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് ഈ കുട്ടി ഒരു പരിധിവരെ ജനറ്റിക് ഡിറ്റർമിനേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു 30% നമ്മളായിത്തീരുന്നത് ആ ഏത് കുടുംബത്തിൽ പറക്കുന്നു എന്നുള്ളതാണ്. ആ മാതാവ് പിതാവ് ആരെ, വെറും അപ്പനും അമ്മയും മാത്രമല്ല, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരിൽ നിന്നാണ് സഞ്ചിതമായിട്ടുള്ള ഈ സംസ്കാരം നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പോട്ടെ, അത് പോകാൻ പറ്റില്ല, അത് പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു. ബയോളജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള അപ്പനെ അമ്മയെ അവൻ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവന് തന്നെ സ്വന്തം ഒരു ആത്മാഭിമാനം ഉണ്ടാകുക? കാരണം അവന് ആയിരിക്കുന്നത് ഈ അപ്പൻ്റെയും ഈ അമ്മയുടെയും, അവളായിരിക്കുന്നത് ഈ അപ്പൻ്റെയും അമ്മയുടെയും ഭാഗമല്ലേ.
അവരംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവനെ തന്നെ അവളെ തന്നെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ സാധിക്കില്ല. നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇത് നമ്മുടെ യുവാക്കൾ നന്നായിട്ട് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇനി കുറച്ചുകൂടി നമ്മൾ ഈ ഗ്രാൻഡ് പേരൻസിനെ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പണ്ട് വന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ സഭയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന അമ്മ മരിച്ചിട്ടല്ലേ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. ഒരു ചടങ്ങിനൊക്കെ വന്നതും അങ്ങനെ ഒരു ഫണ്ടൊക്കെ കൊടുത്തതൊക്കെ ഓർക്കണം. അപ്പോൾ നമ്മൾ ഓർക്കണം ഇദ്ദേഹം എങ്ങനെ സാറിൻ്റെ അപ്പനും അമ്മയെയും ശുശ്രൂഷിക്കുന്നു എന്ന് ആര് കാണുന്നുണ്ട്? മക്കൾ കാണുന്നുണ്ട്. അപ്പനും അമ്മയും അവരുടെ അപ്പനും അമ്മയെയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ കുട്ടികളും. ഞാൻ ഇന്നത്തെ തലമുറയിൽ എൻ്റെ ചില ബന്ധുവീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ആ പുതിയ കുട്ടികളൊക്കെ പറയണത് അവർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അവർ പറയണത് ഞങ്ങൾ പോവാണ്, ജോലിയായി, അവർ ജോലിയും കണ്ടുപിടിച്ച് പഠനവും കഴിഞ്ഞ് പോവാണ്, പിന്നെ അപ്പനമ്മയൊക്കെ അവർ തന്നെ ജീവിച്ചോട്ടെ. പക്ഷേ ചില വീടുകളിൽ ഈ അപ്പനും അമ്മയും അവരുടെ അപ്പനമ്മയെയും വളരെ അടുത്ത് പരിചരിക്കുന്നതായിട്ട് ഇവർ തന്നെ പോയിട്ട് ഒരു സെർവൻ്റ് ഉണ്ടെങ്കിൽ തന്നെ. ഇപ്പം ഞാൻ ഓർക്കുവാണ് പുതുക്കാടുള്ള ജെറി ഡോക്ടർ. ഞാൻ ഡോക്ടറുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഡോക്ടർ അപ്പനും അമ്മേനെ ഒരുമിച്ച് ചെയ്യാണ്ട് ഒരേ റൂമിൽ കിടന്നിട്ട് ഞാൻ നോക്കണ കണ്ടിട്ടുണ്ട്. ജോലിക്കാരത്തികളുണ്ട്, പക്ഷേ അവർ ഈ 3 പേരും തമ്മിലുള്ളൊരു കൂട്ടായ്മ, ആ ജോലിക്കാരത്തി എല്ലാം കുടുംബം പോലെയാണ്. അതുപോലെ അദ്ദേഹം പാലിയേറ്റീവ് കെയർ നടത്തുന്ന ഒരാളായതുകൊണ്ട് എത്രയോ ആൾക്കാർക്കാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരു പുതുതലമുറയ്ക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ അർത്ഥം. കാരണം അത്രമാത്രം അവരെ തന്നെ സ്നേഹിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തുല്യമാണ് വാസ്തവത്തിൽ ഈ അപ്പനും അമ്മേനെയും അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ കെയർ ചെയ്യാതെ വല്ലവരെയൊക്കെ ഏൽപ്പിക്കുക, വേറെ വല്ലവരും എന്തെങ്കിലും ചെയ്യുക, മക്കളെ അങ്ങോട്ട് പോകണ്ട, അപ്പാപ്പൻ്റെ അവിടെ മണം, അമ്മാമ്മയുടെ അടുത്ത് ദുർഗന്ധമുണ്ട്, ലീക്കടിച്ച് കിടക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ട് പോയാൽ വൈറസ് പിടിക്കും മോനെ, നിൻ്റെ സ്കൂൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മക്കളെ ഇന്ന് ഗ്രാൻഡ് പാരൻസിൽ നിന്ന് അകറ്റുന്ന ഒരു കാലം ഇന്ന് നമ്മുടെ ഇവിടെ കാണുവാണ്. ഇനി ഇതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോൾ നമ്മൾ ബയോളജി പറഞ്ഞു, മനഃശാസ്ത്രം പറഞ്ഞു, ദൈവശാസ്ത്രം പറഞ്ഞു. എനിക്ക് കൊഗ്നിറ്റീവ് സയൻസ്, ന്യൂറോ കൊഗ്നിറ്റീവ് സയൻസിനെ കുറിച്ച് കൂടി ഇന്നത്തെ മെഡിക്കൽ ശാസ്ത്രം വികസിച്ചു വരുന്നൊരു വലിയ തലമാണ് ന്യൂറോ സയൻസ്, കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസ്. ഇത് നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ പ്രേക്ഷകരെ മനസ്സിലാക്കണം. സാർവത്രിക മതബോധനത്തെ ഇങ്ങനെയുള്ള തലങ്ങളിലേക്ക് നമ്മൾ ഇന്ന് പറഞ്ഞാൽ മാത്രമാണ് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ബ്രെയിനിൽ ഒരു വലിയ കെമിക്കൽ ലോകമാണ് നടക്കുന്നത്. എനിക്കിപ്പോൾ കൂടുതൽ ബോധ്യപ്പെട്ടു വരുന്നൊരു കാര്യം, ഈ കാണുന്ന ശരീരം ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ആന്തരികമായിട്ട് പുറത്തേക്ക് വരാതെ എന്തുമാത്രം അവയവങ്ങളാണ് ഈ തൊലിക്കുള്ളിൽ, മാംസത്തിൻ്റെ ഉള്ളിൽ കിടന്ന് വർക്ക് ചെയ്യുന്നത്. 24 hours വർക്ക് ചെയ്യണവൻ. 4 പ്രധാനപ്പെട്ട കെമിക്കൽസ് വേണമെന്ന് ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ, നേഴ്സുമാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന ആളുകൾ, വായിക്കുന്ന ആളുകൾക്ക് ഇന്ന് ഇതെല്ലാം അറിയാം. നമ്മുടെ പ്രേക്ഷകർ ഒരു പക്ഷേ അത് മുഴുവൻ അറിയുന്നില്ല. അതായത് ബ്രെയിനിൽ 4 പ്രധാനപ്പെട്ട കെമിക്കൽസ് ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ഡൊപ്പാമിൻ എന്ന് പറയുന്ന ഒരെണ്ണം. 2 സെറോട്ടോണിൻ. ഈ സെറോട്ടോണിൻ എന്ന് പറയുന്നതും ഈ ഡൊപ്പാമിൻ എന്ന് പറയുന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള വൈകാരികമായ തലങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഹാപ്പിനെസ്, ഈ സന്തോഷം, ശാന്തി, ഉണർവ്. അതുപോലെ തന്നെയാണ് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന മറ്റ് ഒരു വലിയ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ ഹാപ്പിനെസ് കിട്ടുന്നതാണ്. അതുപോലെ എൻഡോർഫിൻസ്. അത് ഇപ്പോൾ ഡോക്ടർമാർ പറയണില്ലേ നന്നായിട്ട് ചിരിക്കണം, ചിരിക്കാനായിട്ടുള്ള സമയങ്ങളുണ്ട്. ഒരുമിച്ച് ചെന്നിട്ട് 1 മണിക്കൂർ ഒരുമിച്ചിരുന്ന് ചിരിക്കുക. പണ്ട് ആൾക്കാർ സ്വാഭാവികമായിട്ട് ചിരിച്ചിരുന്നു. നമ്മുടെ ഈ അപ്പാപ്പന്മാരും ചേട്ടന്മാരൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ 4 മണിക്ക് ചെന്നിരുന്ന് സൊറ പറഞ്ഞ് ചിരിക്കുന്ന, അതൊക്കെ എത്രയോ ആരോഗ്യപ്രദമാണ്. അപ്പോഴൊക്കെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ എൻഡോർഫിനും ഓക്സിറ്റോക്സിനും സെറോട്ടോണിനും ഈ ഡൊപ്പാമിനും ഒക്കെ അങ്ങോട്ട് ഉണ്ടാവുകയാണ്. ഇത് ഉണ്ടാകണമെങ്കിൽ എന്തു വേണമെന്നാണ് പറയണത്? വെറുതെ നമ്മളിങ്ങനെ ചിരിക്കുകയും മെഡിറ്റേഷൻ മാത്രം നടത്തിയാൽ പോരാ. ഇതെല്ലാം ഉണ്ടാകാൻ വളരെ നല്ല കാര്യമായിട്ടാണ് മറ്റുള്ളവരോട് ദയവ് കാണിക്കുക. അപ്പനും അമ്മയോടും അവിടെ ദയവോടുകൂടെ പെരുമാറുമ്പോൾ, ഒരു മകനും മകളും പെരുമാറുമ്പോൾ അവനിൽ ഈ പറയുന്ന കെമിക്കൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഡൊപ്പാമിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സെറോട്ടോണിന് വേണ്ടത്ര അതുപോലെ ഉണ്ടായില്ലെങ്കിലോ ഡിപ്രഷൻ വരും.
അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഓക്സിറ്റോക്സിൻ കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ വേറെ ആളുകളോട്, കാരണവന്മാരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് വളരെ സന്തോഷത്തിൽ അഫെക്ഷനേറ്റ് ആയിട്ട്, അപ്പോൾ നമ്മൾ ചില കുഞ്ഞുങ്ങൾ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഇങ്ങനെ കളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടില്ലേ? ആ ഗ്രാൻഡ് പാരൻസിന് തന്നെ ഭയങ്കര ആരോഗ്യമാണ്. അവർക്ക് ലൈഫ് സ്പാൻ കൂടും. അതുപോലെ കുട്ടികൾക്കും അത് ഭയങ്കര ആരോഗ്യം. രണ്ടുപേരിലും സംഭവിക്കുന്നത് വലിയ മാറ്റമാണ്. നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിന് ഇങ്ങനെയൊക്കെയുള്ള മെഡിക്കലായിട്ടുള്ള ന്യൂറോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇത്രയും ഇമ്പാക്റ്റുകൾ ഉണ്ടെന്ന് നമുക്കൊന്നും പണ്ട് അറിയാൻ പാടില്ലായിരുന്നു. അതുപോലെ ഈ എൻഡോർഫിൻസ് കൂടുമ്പോൾ അത് നമ്മൾ എത്രമാത്രം സമയം ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ പബ്ലിക്കായിട്ട് ചിലവഴിച്ച് അവരെ സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ എപ്പിസോഡ് ഒരു പക്ഷേ തീരാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കവിത കൂടി പരിചയപ്പെടുത്തുവാണ്. അത് മനോഹരമായ ഒരു കവിതയാണ്. അഭിലാഷ് നടുപ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു ചമാച്ചനായിരുന്നു അവൻ, ഇപ്പം അങ്ങനെയല്ല. അതിൽ ഈ പറയുന്ന കവിതയുടെ ചുരുക്കം ഞാൻ പറയണുള്ളൂ, അത് കൂടുതൽ വായിക്കാൻ ഞാൻ പോകുന്നില്ല. എന്നെ അറിയുമോ എന്ന് ചോദിച്ചിട്ടാണ് കവിത പറയണേ. അപ്പൻ ചോദിക്കുകയാണ് കുട്ടിയോട്, എന്നെ അറിയുമോ? അപ്പോൾ തന്നെ ഞാൻ എങ്ങനെ അറിയണേ, താൻ ആരാ എന്നീ കുട്ടി അപ്പനോട് ചോദിക്കുക. അപ്പം നീ എന്നെ അറിയില്ലേ? അല്ല. അപ്പോൾ അതിന് മോൻ പറയാ, ഞാനുണ്ടാക്കിയ വീഡിയോയ്ക്ക് അങ്ങ് ലൈക്ക് ചെയ്തിരുന്നോ? ഞാനിട്ടിരുന്ന എൻ്റെ ബ്ലോഗ് എഴുതിയപ്പോൾ അങ്ങ് അതിൽ കമൻ്റ് എഴുതിയിട്ടുണ്ടോ? എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അതായത് ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ആയി എന്നാണ് ഈ അഭിലാഷ് നടുപറമ്പിൽ എൻ്റെ മോനെ അച്ഛനോട് ഇങ്ങനെ വേണടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കവിത അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബന്ധങ്ങൾ ഡിജിറ്റലാണ്. അതൊന്നും ഊഷ്മളമായ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന അങ്ങനെയുള്ള ആരോഗ്യകരമായ ഒരു ജീവിതമോ മനസ്സോ ആയുസ്സോ. അപ്പോൾ തീർച്ചയാണ് ഈ സാർവത്രിക മതബോധനം ഈ കാര്യം ഇങ്ങനെ പറയാൻ കാരണം, ബൈബിളിലുള്ള കാര്യങ്ങൾ കോട്ട് ചെയ്യാൻ കാരണം, നിനക്ക് നമ്മുടെ ജീവിതം നന്മ വരണമെങ്കിലും, നിനക്ക് ദീർഘായുസ് ഉണ്ടാവണമെങ്കിലും, തീർച്ചയായിട്ടും ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ, ദേശത്ത് കൂടുതൽ നാളെ ജീവിക്കാൻ പറ്റണമെങ്കിൽ, നല്ല മനുഷ്യനായിട്ട് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളെ ബഹുമാനിച്ചേ മതിയാകൂ എന്നുള്ള കാര്യം. ഈ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ഈ എപ്പിസോഡിൻ്റെ തുടർച്ചയിനി ഉണ്ടാവും അല്ലേ? ഒരു എപ്പിസോഡ് 4-ാം പ്രമാണം തീർന്നിട്ടില്ല. അപ്പോൾ ഈ എപ്പിസോഡ് കൂടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ തുടക്കം നന്നായി എന്ന് വിചാരിക്കുന്നു. അച്ഛനെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ആ കൽപ്പനയുടെ വിശദമായിട്ടുള്ള ചർച്ച ഇനിയും അടുത്ത എപ്പിസോഡുകളിലുണ്ടായിരിക്കും. ഈ എപ്പിസോഡ് ശ്രദ്ധാപൂർവം വീക്ഷിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.